ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ദേ ഈ പാത്രത്തിലോട്ട് വീഴുന്ന ഐറ്റം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായല്ലേ, ഞാൻ ഇന്നൊരു ബീഫ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതേനേ, നമ്മുടെ കേരള സ്റ്റൈൽ അടിപൊളി ഒരു ബീഫ് കറി നമുക്കങ്ങ് തയ്യാറാക്കിയാലോ. അപ്പം എങ്ങനെ തുടങ്ങാല്ലേ? ദേ ബീഫ് കൂട്ടിനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ. ഇനി നമുക്കിന്ന് ബീഫ് തയ്യാറാക്കാൻ വേണ്ടത് കുഞ്ഞുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. ഇനി നമുക്കിതിലേക്ക് പൊടി ഐറ്റംസായി വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പിന്നീട് കറി മസാലയും. ഇത്രയും പൊടി ഐറ്റംസ് ആണ് ഇതിലേക്ക് വേണ്ടത്. പിന്നീട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കിഴങ്ങ് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഓക്കെ, നമ്മൾ മിക്സിയിൽ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കി അങ്ങോട്ട് എടുക്കാം. ഇതേപോലെ, അതായത് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. പിന്നീട് വേണ്ടത് കറിവേപ്പില. ഇനി നമ്മുടെ അങ്ങോട്ട് പാത്രം അടുപ്പത്തേക്ക് വെച്ചു. ഇന്ന് നമ്മൾ ബീഫ് കറി ഉണ്ടാക്കാൻ പോകുന്നത് അടുപ്പിലാണേ. എന്നിട്ട് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു. എണ്ണ ചൂടായപ്പം അതിലേക്ക് അങ്ങോട്ട് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ അങ്ങോട്ട് മൂത്ത് വന്നപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അതിനകത്ത് വേണ്ടത് കറുക്കപ്പട്ട, ഗ്രാമ്പൂ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളിയും കുട്ടന്മാരെയാണേ. അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇപ്പം നല്ലൊരു മണമുണ്ട്, അടിപൊളി മണമാണെന്നേ. ഇനി അങ്ങോട്ട് ഇളക്കി കൊടുക്കുക, അങ്ങോട്ട് മൂപ്പിക്കുക. ഇതേപോലെ അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്കൊരു വറ്റൽമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അതായത് നമ്മുടെ ചുമന്ന മുളവേ. അതും അങ്ങോട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മൂപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയാണേ. നിങ്ങൾക്ക് നമുക്കുള്ള ബീഫിനനുസരിച്ച് കുഞ്ഞുള്ളി എടുക്കാം കേട്ടോ. ഈ നാക്കിൻ്റെ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് കീറി ഇങ്ങോട്ട് മാറിപ്പോവുക എന്നീ പറയുന്നത്. പിന്നീട് വേണ്ടത് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇടുക, അങ്ങോട്ട് ഇളക്കുക. ഇനി ഇവരെല്ലാവരും കൂടെ അങ്ങോട്ട് കിടന്നങ്ങോട്ട് മൂത്ത് വരട്ടെന്നേ. ഇവരെല്ലാവരും കൂടെ അങ്ങോട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി ഐറ്റംസ് ഉണ്ടല്ലോ, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും കറി മസാല എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഇതേപോലെ ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം. ആ പൊടിയുടെ പച്ചമണമൊക്കെ അങ്ങോട്ട് മാറുന്ന അവിടം വരെ നമുക്ക് ഈ കുഞ്ഞുള്ളിയും പൊടിയും എല്ലാം കൂടെ ഇതേപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കിഴങ്ങുണ്ടല്ലോ, കുഞ്ഞായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതും ഇതുപോലെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇവരെല്ലാവരും കൂടെ കിടന്നൊന്ന് സെറ്റായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ടത്. കല്ലുപ്പും കൂടി ഇട്ട് ഇനി കല്ലുപ്പ് എല്ലായിടത്തും കൂടെ എത്തുന്നിടം വരെ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് കുട്ടനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ബീഫ് അങ്ങോട്ട് ഇടുക. ഇനി എല്ലാവരെയും കൂടെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി നമുക്ക് അങ്ങോട്ട് എടുക്കാം. നമ്മൾ ആ ഇട്ട് കൊടുക്കുന്ന അരപ്പെല്ലാം ഈ ബീഫിൽ പിടിക്കുന്ന ഇടം വരെ ഇതേപോലെ അങ്ങോട്ട് ഇളക്കി പരുവത്തിൽ സെറ്റാക്കി കൊടുക്കാം. ഇളക്കി അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. ഇനി നമുക്കൊരു മൂടി എടുക്കാം, ഇതങ്ങോട്ട് അടച്ച് വെക്കാം. ഇനി നമ്മുടെ ബീഫ് കറി അടുപ്പിലിരുന്നൊന്ന് വെന്ത് സെറ്റായി വരട്ടെന്നേ. ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ. അടുപ്പിൽ വേവിച്ച ബീഫ് കറി അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ടോ? എന്താ ടേസ്റ്റ് ആണെന്നേ. ഞാനിപ്പോൾ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും ഇത് കാണുമ്പോൾ എൻ്റെ വായിൽ കപ്പലോടുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ അങ്ങോട്ട് മൂടി മാറ്റി നോക്കുമ്പോൾ അങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആവശ്യത്തിന് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതിലുള്ള വെള്ളം എന്താണെന്ന് വെച്ചാൽ ബീഫിൻ്റെ വെള്ളമാണേ. ആദ്യം നമ്മൾ ബീഫ് അടുപ്പത്തേക്ക് വെക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ, ബീഫിൻ്റെ വെള്ളം ഇറങ്ങും. അതിന് ശേഷം പിന്നീടാണ് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് അടുപ്പത്ത് അങ്ങോട്ട് കിടന്ന് തിളച്ച് പൊന്തി അങ്ങോട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം, ഒന്നും കൂടെ ഒന്ന് തുറക്കാം. എൻ്റെ പൊന്നോ, നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ വെളുത്തുള്ളി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതുപോലെ അങ്ങോട്ട് വിതറിക്കൊടുക്കുക. വെളുത്തുള്ളി അങ്ങോട്ട് വിതറിക്കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് കറിവേപ്പില ഇതുപോലെ അങ്ങോട്ട് വിതറിക്കൊടുക്കുക. ഇനി ഇളക്കി ഒന്നും ചെയ്യരുത്. ഇനി അങ്ങോട്ട് മൂടി വെച്ച് അങ്ങോട്ട് മൂടി വെക്കുക. അതിൻ്റെ ഫ്ലേവർ എല്ലാം അങ്ങോട്ട് ബീഫിൻ്റെ അകത്ത് ഇറങ്ങും. പിന്നീട് അങ്ങോട്ട് തുറക്കുക. എൻ്റെ പൊന്നോ, ഇത് തുറക്കുമ്പോൾ കിട്ടുന്നൊരു മണമുണ്ട്, അടിപൊളിയാണെന്നേ. അടുപ്പിൽ വേവിച്ച് ഇതുപോലെ എടുക്കുന്ന ബീഫ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണെന്നേ. നമ്മുടെ ബീഫ് കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബീഫ് കറി റെസിപ്പിയാണ് ഇത്. നമ്മുടെ ബീഫ് കറിന്ന് അടിപൊളി നെയ്യൊക്കെ തെളിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ടേ. അപ്പം നിങ്ങൾ ഈ ബീഫ് കറി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുതേ കൂട്ടുകാരെ. അന്നേരം പിന്നെ അടിപൊളി ഒരു വീഡിയോയുമായി നാളെ കാണാം. ലവ് യു ഓൾ. ബൈ ബൈ.